അപ്പം എന്തായാലും ഞാനിതിൽ ഇതുപോലെ ബേബി സോപ്പിട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒന്ന് കഴുകിയെടുക്കും. അല്ലാതെ ഒത്തിരി അങ്ങ് ഓവറായിട്ടൊന്നും കഴുകാൻ നിൽക്കത്തില്ല, ലൈറ്റായിട്ട് മാത്രം കഴുകിയെടുക്കത്തുള്ളൂ. ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കയ്യിൽ ഇതുപോലെ മൈൽഡായിട്ട് ബേബി സോപ്പ് തേക്കും. ഒത്തിരി ഒന്നും തേക്കത്തില്ല, കുറച്ച് മൈൽഡായിട്ട്, കുറച്ച് എണ്ണ അവിടെ ഇരിക്കണമല്ലോ. എന്നിട്ട് തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയിട്ട് ഞാൻ മുഖം ഒന്ന് നല്ലൊരു തിളക്കമാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത്, നല്ലൊരു ഗ്ലോയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനായിട്ട്. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസണൊക്കെ വരാൻ പോകുന്ന തണുപ്പ് കാലം, ഡിസംബർ മാസത്തിലൊക്കെ നല്ല തണുപ്പ് വരാൻ പോവാണ്. ഒരുപാട് തണുപ്പെന്ന് പറഞ്ഞാൽ തണുപ്പുണ്ട്. തണുപ്പിനെക്കാട്ടും പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പല മാറ്റങ്ങളാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ടങ്ങ് എന്താ പറയുക, ഡ്രൈ കൈയും കാലും മുഖവും ഒക്കെ അങ്ങ് ഡ്രൈ ആവും. മെയിനായിട്ടും മുഖത്തിനെക്കാട്ടും കൂടുതൽ കൈയും കാലും ഒക്കെ ഡ്രൈ ആവും. എന്നിട്ട് ഇങ്ങനെ പൊരിഞ്ചു പോലെ വരും അല്ലേ, ഭയങ്കര ഡ്രൈനെസ് ആയിട്ട്. ചിലർക്ക് ഇങ്ങനെ പോള പോലെ ഇങ്ങനെ ഇരിക്കുന്ന കാണാം, പൊളിഞ്ഞു പോലെ ഇരിക്കുന്ന കാണാം. ഭയങ്കര പലർക്കും പല രീതിയിലാണ് ആ ഒരു സ്കിന്നിനൊരു മാറ്റം ഉണ്ടാകുന്നത് ഈ ഒരു ഡിസംബർ മാസത്തിൽ തണുപ്പ് വരുമ്പോഴത്തേനും. ഓയിലി സ്കിന്നുകാർക്കും അതിൻ്റേതായിട്ടുള്ള ചെറിയ രീതിയിലുള്ളൊക്കെ മാറ്റം ഉണ്ടാകും. എന്നാലും ഡ്രൈ ആവും അവരുടെ സ്കിൻ. ഓയിലി സ്കിന്നാണല്ലോ, അവരുടെ ശരീരമൊക്കെ പൊതുവെ ഡ്രൈ ആവും ചെറുതായിട്ട്. അപ്പോൾ എല്ലാ സ്കിന്നുകാർക്കും, ഓൾ ടൈപ്പ് സ്കിന്നുകാർക്കും നമുക്ക് ഇതുപോലെ ചെയ്യുവാണെങ്കിലുണ്ടല്ലോ, നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും നമ്മുടെ മുഖവും ശരീരവും ഒക്കെ നല്ല ഒരു തിളക്കമുള്ളതായി തീരും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ. പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയത്ത് ചൊറിച്ചിൽ, അലർജി പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. തണുപ്പ് വരുമ്പോൾ പെട്ടെന്ന് മുഖം ഡ്രൈ ആവുക, ചുണ്ട് വരണ്ട് പോവുക, ചുണ്ടിങ്ങനെ പൊട്ടിപ്പോകും. രാത്രിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഒന്നും തേക്കാതെ കിടന്നു കഴിഞ്ഞാൽ ചുണ്ട് പെട്ടെന്ന് പൊട്ടും, തൊലി പോകും, ചുണ്ടിൻ്റെ തൊലി പോകും. അതുപോലെ തന്നെ നമ്മുടെ നഖമൊക്കെ ഈ സൈഡിലെ തൊലിയൊക്കെ പോയിട്ട് നഖമൊക്കെ അങ്ങ് പൊട്ടിപ്പോകും. അങ്ങനെ പല രീതിയിലുമാണ് പലർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ഡ്രൈനെസ് മൂലം. അതായത് മഞ്ഞുകാലത്ത് നമ്മുടെ സ്കിൻ എന്താണ് വലിയാൻ തുടങ്ങും. ആ വലിച്ചിന് മൂലം ചിലർക്ക് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓവറായിട്ടൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാം, നെയ്യ് നമ്മൾ ചൂടാക്കി എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ദേഹം മൊത്തം പുരട്ടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ചെറു ചൂടുവെള്ളത്തിൽ നമ്മുടെ ബേബി സോപ്പ് ഇട്ടിട്ട് നമ്മുടെ ദേഹം മൊത്തം ലൈറ്റായിട്ട് കഴുകുക. അപ്പോൾ അങ്ങനെ കഴുകുമ്പോൾ അവർക്ക് ആ ഒരു ഭയങ്കരമായ ഡ്രൈനെസ് ഉള്ള കാര്യം പറഞ്ഞു. അങ്ങനെ അവർ ചെയ്യും തോറും അവരുടെ ഡ്രൈനെസ്സിന് കുറേ മാറ്റം വരും കേട്ടോ. അവരുടെ സ്കിന്ന് കുറച്ച് സോഫ്റ്റ് ആകാൻ തുടങ്ങും. ഭയങ്കരമായ ഡ്രൈനെസ്, വലിഞ്ഞു മുറുകിയുള്ള ഒരു ചിലർക്ക് വലിഞ്ഞു മുറുകിയ ഡ്രൈനെസ് ഒക്കെ കാണത്തില്ല, അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സമയത്ത് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ സാധാരണ നോർമൽ സ്കിന്ന്, ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, ഇങ്ങനെയുള്ള സ്കിന്നുകാർക്ക് കുഴപ്പമില്ലാത്ത വലിയ ഡ്രൈനെസ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ സമയത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഏജ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞവരിലും 50 വയസ്സ് കഴിഞ്ഞവരിലും ഒക്കെ ഡ്രൈനെസ് കൂടാറുണ്ട് ഈ ഒരു സമയത്ത്, ഈ ഒരു മഞ്ഞുകാലത്ത്. അതായത് അവർക്കാണ് ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ട് അവർക്ക് പെട്ടെന്ന് അവരുടെ സ്കിന്നൊക്കെ ഡ്രൈ ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസാണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. കാരണം ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഈ സമയത്ത്, സ്കിന്നിൻ്റെ ആയിട്ടും ചുണ്ടിലൊക്കെ തേക്കാനായിട്ടും. അപ്പോൾ അതൊക്കെ എന്നാന്നൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം. കാരണം ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ഡയറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഒന്ന് ഓടിവായോ. നമുക്ക് ഈ ഒരു പ്രശ്നം, അതായത് ഈ ഒരു വിൻ്റർ സീസണിലൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് ഏതെണ്ണയാണെന്ന് യൂസ് ചെയ്യുമെന്ന് പറയാം. ഞാൻ പറയുന്നു എള്ളെണ്ണയാണ് ഏറ്റവും നല്ലത്. ഈ എള്ളെണ്ണയ്ക്കകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഈ എള്ളെണ്ണ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിൽ, അലർജി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും, കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. വെളിച്ചെണ്ണയാകുമ്പോൾ വെളിച്ചെണ്ണ ഒത്തിരി നല്ലതാണ്. പക്ഷേ വെളിച്ചെണ്ണ ചിലവർക്ക് പിടിക്കത്തില്ല. ശരീരത്തിലൊക്കെ തേക്കാൻ കുഴപ്പമില്ല, പക്ഷേ അതിലൂടെ കുറച്ചുകൂടെ നല്ലത് പിന്നെ വെളിച്ചെണ്ണയും എള്ളെണ്ണയുടെ മിക്സ് ചെയ്ത് തേക്കാം. ഒരുപാട് ഡ്രൈനെസ് ഉള്ളവർക്ക് എള്ളെണ്ണയുടെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ എള്ളെണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നെയ്യൊന്ന് ഉരുക്കിയതിന് ശേഷം എള്ളെണ്ണയ്ക്ക് അതൊരു മിക്സ് ചെയ്തതിന് ശേഷം ഈ കാലിലൊക്കെ മുരിച്ചിൽ ഒരുപാട് കൂടുതലുള്ള ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് കാലിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവർക്ക്
നമ്മുടെ ഡോവിൻ്റെ സോപ്പ് നല്ലതാണ്. പിന്നെ ബേബി സോപ്പ് നല്ലതാണ്. അതൊക്കെ ഇട്ട് കഴുകിക്കളയണം. മൈൽഡായിട്ട്, ഒരുപാട് ഡ്രൈനസ് ഉള്ളവർ കുറച്ച് അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. മൈൽഡായിട്ട് ഒന്ന് കഴുകിക്കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ നമുക്ക് തന്നെ കടലമാവ് ഇട്ടിട്ട് കഴുകിക്കളയാം. ഒരുപാട് ഡ്രൈനസ് ഉള്ളവർക്ക് കടലമാവ് ഇത് തേച്ചതിന് ശേഷം കടലമാവ് ഇട്ട് നന്നായിട്ട് കഴുകിക്കളഞ്ഞാൽ കുറച്ച് അവിടെ ഇരുന്നോളും, ബാക്കിയേ പോകത്തുള്ളൂ. കടലമാവ് നല്ലൊരു പരിഹാരമാണ്. ഡ്രൈനസ് ഒക്കെ നന്നായിട്ട് മാറിക്കിട്ടാനായിട്ട് ഒത്തിരി സഹായിക്കുന്നതാണ് ഈ എള്ളെണ്ണ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഓയിലെന്ന് പറഞ്ഞാൽ ഈ എള്ളെണ്ണയ്ക്കകത്ത് പ്രിപ്പയർ ചെയ്യുക നമ്മുടെ ഫെയർനെസ് ഓയിലാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഒരുപാട് പേര് മേടിച്ച് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ കുറേ പച്ചമരുന്നുകളൊക്കെ ചേർന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫ്ലവറുകൾ, അതുപോലെ തന്നെ റോസാപ്പൂവ്, കുങ്കുമപ്പൂവ്, ബീട്രൂട്ട്, ക്യാരറ്റ്, 10-15 കൂട്ടം പച്ചമരുന്നുകൾ, ഇതൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ഫെയർനെസ് ഓയിലാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തെന്താണ് നല്ലൊരു തിളക്കമുണ്ട്. എപ്പോഴും മുഖം ഒരു ഗ്ലോ ചെയ്ത പോലെ തന്നെ ഇരിക്കും നമ്മുടെ മുഖം. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഒരു ടാനൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫേസൊക്കെയാണ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഇപ്പം തന്നെ ഞാൻ ഫേസിലൊന്നും തേച്ചിട്ടില്ല, ഈ ഓയിൽ തേച്ചതാണ്. ഇന്നലെ രാത്രി ഓയിൽ തേച്ചതാണ്. ഓയിൽ തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിന്നെ എൻ്റെ കുറച്ച് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ബേബി സോപ്പ് ഇട്ട് കഴുകിക്കളയും. അപ്പോൾ ഇത് ശരീരം മൊത്തം തേക്കാം. ഇപ്പോൾ കുഞ്ഞുകുട്ടികളൊക്കെ ഈ മഞ്ഞുകാലമൊക്കെ ഭയങ്കര ഡ്രൈനസ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അവർക്കൊക്കെ തേച്ച് കൊടുക്കാം. 3 വയസ്സ് മുതൽ ആർക്കും, ആണിനും പെണ്ണിനും ആർക്കും തേക്കാവുന്ന ഒരു ഫെയർനെസ് ഓയിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ തേച്ച് പോകുന്നത് ഇതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കത് വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നല്ലെണ്ണ ഉപയോഗിക്കാം. നല്ലെണ്ണ നിങ്ങൾ എടുത്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ നമ്മുടെ ഓയിൽ തന്നെ എങ്ങനെയാണത് നമുക്കൊന്ന് ഒരു വിൻ്റർ സീസണിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഇപ്പോഴാണ് മസാജ് ചെയ്യേണ്ടതെന്ന് പറയാം. അതായത് നമ്മൾ എപ്പോഴും വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ്, നമുക്ക് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഉറങ്ങാൻ പോവാം, അതിന് തൊട്ട് മുമ്പ് അങ്ങനെയല്ല, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെന്തായാലും വൈകുന്നേരം ഒന്ന് വെറുതെ ദേഹം കഴുകുമല്ലോ എന്തായാലും അല്ലേ. രാവിലെ നമ്മൾ കുളിച്ചാലും വൈകുന്നേരം നമ്മൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ദേഹം കഴുകുമല്ലോ. അപ്പോൾ അന്നേരം അതിന് മുമ്പ് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ ഓയിൽ ബൗളിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഓയിലെടുത്ത് നമ്മുടെ മുഖത്ത് തേക്കുക. അപ്പം ഞാൻ ഇത് പറയുന്നത് 3-4 ഡ്രോപ്സാണ് പറയുന്നത്. അപ്പോൾ 3-4 ഡ്രോപ്സ് നമുക്ക് തേച്ചാൽ മതി. പിന്നെ നമ്മുടെ കഴുത്തിലോട്ടും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കഴുത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മേളിലോട്ടൊന്ന് മസാജ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ സ്കിന്ന് ഭയങ്കരമായിട്ട് ഈ ഒരു വിൻ്റർ തണുപ്പ് സമയത്ത് സ്കിന്ന് ഡ്രൈ ആകാൻ തുടങ്ങും. അങ്ങനെ ഡ്രൈ ആകാതിരിക്കും, വലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുളിവുകൾ കൂടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മേളിലോട്ട് മസാജ് ചെയ്യണം. ഇതൊരു സിമ്പിൾ മസാജിൻ്റെ ഫുൾ ഒരു ഇതില്ല കാണിക്കുന്നത്. നമുക്ക് ആ ഒരു വിൻ്റർ സീസണിൽ ഇങ്ങനെ മസാജ് ചെയ്യണമെന്നുള്ളതാണ്. ഈ ഓയിൽ വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. എല്ലാ മസാജും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുക, മേളിലോട്ട് തന്നെ മസാജ് ചെയ്യുക. ഇപ്പോൾ ഫേസിലൊക്കെ ഒത്തിരി ഡ്രൈനെസ് ഉള്ളവർ ഓയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എനിക്കിപ്പം ഞാൻ ഓൾറെഡി ഡെയിലി ഈ ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്നതാണ്. എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ കാണിക്കുന്നത്. അപ്പം നന്നായിട്ട് ഫേസിൽ നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അപ്പം നമ്മുടെ ഈ ഓയിൽ തേക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോയാണ്. ഒരു തിളക്കമാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത്, നല്ലൊരു ഗ്ലോയാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനായിട്ട് നമ്മുടെ ഈ ഒരു ഫെയർനെസ് ഓയിൽ നല്ലതാണ്. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ്, ഈ കണ്ണിനടിയിലെ മോതിരവിരൽ വെച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മളെന്താ പറയുക, ഏജ്ഡ് ആയിട്ടുള്ള ഒരു 50 വയസ്സൊക്കെ ആയവർക്ക് മാത്രം ഈ ഒരു മസാജ് കൊടുത്താൽ മതി. ചെറുപ്പക്കാർക്കാർക്കും ഈ ഒരു മസാജ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തേച്ചിട്ടൊന്ന് മുഖത്തൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ടൊന്ന് ചെയ്താൽ നമുക്ക് കുറച്ച് മസാജ് ചെയ്യണം. അതായത് എന്നെപ്പോലുള്ള 50 വയസ്സൊക്കെ ആയവർക്കും അതിൽ കൂടുതൽ പ്രായമുള്ളവർക്കും മസാജ് മസ്റ്റായിട്ട് കൊടുക്കണം. ഞാൻ ഈ പറയുന്ന മസാജ്. എന്നിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ചുളിവുകളൊക്കെ മാറാനായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ചുളിവൊക്കെ നന്നായിട്ട് മാറാനായിട്ട് ഈ ഒരു മസാജ് നമ്മളെ ഒത്തിരി സഹായിക്കും. ഐബ്രോസൊക്കെ നല്ല ലിഫ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. എന്നിട്ട് കണ്ണിന് ചുറ്റിനും ഒക്കെ ഒരു ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിലൊക്കെ ഒരു മസാജ് കൊടുക്കുക. പിന്നെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ നമ്മുടെ എപ്പോഴും ഈ ഡ്രൈനസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ മൂക്കിൻ്റെ 2 സൈഡ്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ
ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് മസാജ് കൊടുക്കുക. ഇവിടുത്തെ റിങ്കിൾസൊക്കെ കുറയാനായിട്ട് ഇങ്ങനൊരു മസാജ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു മസാജ് കൊടുക്കാം. ഒരുപാട് പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വളരെ സോഫ്റ്റായിട്ട് നമ്മളൊരു മസാജ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ രീതിയിൽ ഇവിടുത്തെ റിങ്കിൾസൊക്കെ നന്നായിട്ട് കുറയാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഓയിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് എന്താണ് നല്ലൊരു തിളക്കം കിട്ടുന്നു. നല്ല രീതിയിൽ നമ്മുടെ ഈ ഓയിൽ അബ്സോർവ് ആകും. ഡ്രൈ സ്കിന്നുകാർക്കൊക്കെയാണെങ്കിൽ പെട്ടെന്ന് അബ്സോർവ് ആകും. ഓയിലി സ്കിന്നുകാർക്ക് ഇച്ചിരി താമസമാണ് അബ്സോർവ് ആകാനായിട്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഒരു 4 ഡ്രോപ്സിന് ഒരു 5 ഡ്രോപ്സൊക്കെ ഫേസിൽ തേച്ചിട്ട് മസാജ് ചെയ്യുക. അവർക്ക് ഇത് രാത്രിയിൽ തേച്ചുകൊണ്ടും കിടക്കാം. അതുപോലെ തന്നെ ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എള്ളെണ്ണ ഉപയോഗിക്കാം. അതായത് നല്ലെണ്ണ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ഫേസിൽ കുരുക്കളൊന്നും വരത്തില്ല. അപ്പോൾ ഇങ്ങനൊരു മസാജ് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക. ഇതും ഒരു 10 വട്ടം വീതം, ഞാൻ ഈ കാണിക്കുന്ന മസാജൊക്കെ 10 വട്ടം വീതം കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കൊടുക്കുക. നമ്മുടെ ഫേസിനൊക്കെ നല്ല രീതിയിൽ ഷേപ്പ് കിട്ടാനായിട്ടൊക്കെ ഉള്ളൊരു മസാജാണ്. ഡബിൾ ചിന്നൊക്കെ കുറയാനായിട്ടും ഒക്കെ ഈ ഒരു മസാജൊക്കെ നല്ലതാണ്. ഞാനിങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ ഡെയിലി മസാജ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രഷർ ചെയ്തു. ഇവിടെ വേണമെങ്കിൽ ഇച്ചിരി പ്രഷർ കൊടുക്കാം. മുഖത്തൊന്നും ഒരുപാട് പ്രഷർ കൊടുക്കണ്ട. ഇവിടെ കുറച്ച് ഹാർഡാണ്, അതുകൊണ്ട് ഇത്തിരി പ്രഷർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഓടി ഇങ്ങനെ പോവും. നമ്മുടെ ഈ ഓയിലിട്ട് ചെയ്യുമ്പോൾ നല്ല വഴക്കം കിട്ടും. അപ്പോൾ ഇതൊരു 10 വട്ടമൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരു മസാജൊക്കെ കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുക. ഈ ഒരു മസാജ് കൊടുക്കുന്ന നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഭാഗം നല്ലതായിട്ട് എടുത്ത് വരും. നമ്മുടെ കീഴ് മസാജ് കൊടുക്കുമ്പോൾ കവിളൊക്കെ നന്നായിട്ടൊരു തിളക്കം കിട്ടാനായിട്ടും കവിളിനൊക്കെ നല്ലതായിട്ട് തുടിപ്പ് കിട്ടാനായിട്ടും ഒക്കെ ഉള്ളൊരു മസാജാണ്. പിന്നെ നെറ്റിയിലോട്ട് പോവുക. നെറ്റിയിൽ ഒരു മസാജ് കൊടുക്കുക. ഇത്രയായിട്ടൊരു സിമ്പിൾ മസാജ് നമ്മൾ കൊടുക്കുക. നമ്മുടെ ഓയിലെല്ലാം നല്ലതായിട്ട് അബ്സോർവ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു നമ്മുടെ മുഖത്ത് തേച്ച് കഴിഞ്ഞിട്ട് ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ തേച്ചുകൊണ്ട് കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് രാവിലെ എഴുതിയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു നമ്മുടെ കടലമാവിലിട്ടിട്ട് നിങ്ങൾക്ക് മുഖം കഴുകിക്കളയാം. അപ്പോൾ കുറച്ച് അവിടെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു തിളക്കത്തോടു കൂടി തന്നെ നമ്മുടെ മുഖം ഇരിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞത് എൻ്റെ ഓയിലിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു നല്ലെണ്ണ ഉപയോഗിച്ച് ചെയ്യണം കേട്ടോ. അത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എള്ളെണ്ണയോ അല്ലെങ്കിൽ ഞാൻ കാണിച്ച എൻ്റെ ഓയിലോ ഇട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ബേബി സോപ്പ് ഇട്ട് വാഷ് ചെയ്ത് കളയുക കേട്ടോ. ഓയിലി സ്കിന്നുകാർ. ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നുകാരാണെങ്കിലും ഓൾ ടൈപ്പ് സ്കിന്ന് നമുക്ക് നോർമൽ സ്കിന്നുകാരാണെങ്കിലും ഓയിലി സ്കിന്നാണെങ്കിലും നോർമൽ സ്കിന്നാണെങ്കിലും ഒക്കെ ചെറുതായിട്ട് ബേബി സോപ്പ് ഇട്ട് കഴുകിക്കളയാം. ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ മാത്രം നിങ്ങൾ ഫേസിലിട്ടുകൊണ്ട് കിടന്നാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. അപ്പം നമുക്ക് ഫേസിലെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചിരുന്നത് ഫേസിൽ നല്ല ഗ്ലോ കിട്ടാനായിട്ടും നല്ല തിളക്കം കിട്ടാനായിട്ടും അതുപോലെ തന്നെ നല്ല യങ്ങായിട്ടൊക്കെ ഇരിക്കാനായിട്ടും ഈ ഒരു വിൻ്റർ സീസണിൽ നമ്മുടെ ഫേസിൽ ഡ്രൈനെസ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും ടാൻ ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഈ ഒരു എള്ളെണ്ണ വെച്ചിട്ട് കേട്ടോ. ഞാൻ എൻ്റെ ഓയിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് എള്ളെണ്ണ വെച്ച് ചെയ്യാം. നല്ലെണ്ണ വെച്ചിട്ട്. എള്ളെണ്ണ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണ കേട്ടോ. നമ്മൾ മസാജ് കൊടുത്തു. ഇനി നമ്മുടെ കയ്യിൽ, അതായത് നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കരമായിട്ട് ഇതുപോലെ തന്നെ ഡ്രൈനെസ് ഉണ്ടാകാറുണ്ട്. ടാനൊക്കെ അടിച്ചിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലും ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓയിൽ തേക്കും. എന്നിട്ട് കയ്യിൽ നല്ലപോലെ എല്ലാം തേച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇവിടെ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. ഈ തള്ളവിരൽ കൊണ്ടിട്ട് ഇങ്ങനൊരു മസാജ് കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വലിച്ച് വിടുക. ഇങ്ങനെ വലിച്ച് വിടുക. അതുപോലെ തന്നെ ഈ കയ്യിൽ ഇങ്ങനെ കൊടുക്കുക, വലിച്ച് വിടുക. നമ്മൾ ഇങ്ങനൊരു മസാജ് ഇങ്ങനെയൊക്കെ കൊടുക്കാൻ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൈക്ക് കിട്ടും. അത് നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് ഒത്തിരി സഹായിക്കും. ഈ ഓയിൽ ചെയ്തിട്ടുള്ള ഒരു മസാജ്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഇങ്ങനെ നിന്ന് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലോട്ട് ഓയിലൊക്കെ ഒന്ന് അബ്സോർവ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ ചിലർക്ക് ഇവിടെ ഒരു കറുപ്പൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ തേക്കാം. എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ മുട്ടിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മാറി വരുന്നുണ്ട് നമ്മൾ ഈ ഓയിൽ തേക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു ഷെയ്ഡ് കണ്ടോ. അപ്പോൾ അത് നല്ലതായിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നമ്മൾ ചിലയിടമൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മസാജ് ഇങ്ങനെ വലിച്ചു വിട്ടിട്ട് നമ്മൾ കൊടുക്കുക.
അപ്പോൾ നമ്മുടെ കൈയൊക്കെ എന്താണ് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ടിരിക്കും. കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ തണുപ്പ് കാലമാകുമ്പോൾ നമ്മുടെ കാലിനും ഇതുപോലെ ഡ്രൈനെസ് വരാറുണ്ട്. അപ്പോൾ നമ്മളെന്താണ് കാലിലും നല്ല രീതിയിൽ ഓയിൽ തേച്ചിട്ട് നല്ല രീതിയിലൊരു മസാജ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉപ്പൂറ്റിയൊക്കെ നന്നായിട്ട് വിണ്ട് കീറും. നല്ല രീതിയിൽ ഭംഗിയായിട്ടിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ നല്ല രീതിയിലൊരു മസാജ് കാലിനും ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൊത്തം കാലിൽ മൊത്തം തേച്ച് കൊടുക്കുക. അപ്പം നല്ലെണ്ണ ഇട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഞാൻ എൻ്റെ ഓയിലാണ് ഇട്ട് ചെയ്യുന്നത് കേട്ടോ, ഞാൻ ഇപ്പോഴും ഒന്നുകൂടെ. അപ്പം നല്ലെണ്ണ ഇട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കാലൊക്കെ നമ്മുടെ ഒത്തിരി പ്രായം ചെന്ന കാല് പോലെ ആകാതെ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കാലിരിക്കും. 50 വയസ്സായാലും ഒക്കെ നമ്മുടെ 60 വയസ്സായാലും ഒക്കെ നമ്മുടെ കാല് നല്ല ഭംഗിയായിട്ടിരിക്കും. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു മസാജൊക്കെ കൊടുക്കാം കാലിൽ. കാലിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കഴുകേണ്ട, സോപ്പിട്ടൊന്നും കഴിയണ്ട. കാലിലൊക്കെ തേച്ചിട്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാലിലൊക്കെ തേച്ചിട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കാലിലും നമ്മൾ ചെയ്യുക. 2 കാലിനും നമ്മുടെ ഈ ഒരു നല്ലെണ്ണ നമുക്കിതുപോലെ ചുണ്ടിലും തേച്ച് കൊടുക്കാം. ചുണ്ടിലിങ്ങനെ തേച്ചിട്ട് മുഖത്ത് തേക്കുന്ന കൂട്ടത്തിൽ ചുണ്ടിലും തേക്കാം. ഇങ്ങനെ തേച്ചിട്ട് രാത്രിയാകുമ്പോൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അപ്പം നല്ലെണ്ണ നമ്മുടെ ചുണ്ടിലും നമ്മൾ തേച്ച് മസാജ് ചെയ്യുക. അപ്പോൾ ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മുടെ ചുണ്ടൊന്നും നമ്മൾ സ്ക്രബ് ചെയ്യാനൊന്നും നിൽക്കരുത്. ഉള്ളി ഓയിൽ, എന്തെങ്കിലും ഓയിലോ മോയ്സ്ചറൈസറോ അതുപോലുള്ള സാധനങ്ങൾ നമ്മൾ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഓയിൽ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളൂ. എന്നിട്ട് നമുക്ക് പിറ്റേ ദിവസം എന്താണ് പിന്നെ മുഖം കഴുകുന്നതോടെ ഒന്ന് കഴുകി കളഞ്ഞാൽ എന്നിട്ട് ഓയിലെല്ലാം അബ്സോർവ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. നമുക്ക് എന്താണ്, ഇപ്പോൾ എൻ്റെ ഓയിലി സ്കിന്നാണ്. അങ്ങനെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇത് രാവിലെ കഴിഞ്ഞിട്ട് കടലമാവിനകത്ത് കഴുകിയാൽ മതി. ഞാനിപ്പം എങ്ങനെ നമ്മുടെ ഒരു ബേബി സോപ്പ് ഇട്ടാണ് കഴുകുന്നത്. അപ്പോൾ എന്തായാലും ഞാനിതിൽ ഇതുപോലെ ബേബി സോപ്പ് ഇട്ട് ചെറുതായിട്ട് ലൈറ്റായിട്ട് ഒന്ന് കഴുകിയെടുക്കും. അല്ലാതെ ഒത്തിരി അങ്ങ് ഓവറായിട്ടൊന്നും കഴുകാൻ നിൽക്കത്തില്ല, ലൈറ്റായിട്ട് മാത്രം കഴുകിയെടുക്കത്തുള്ളൂ. ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ കയ്യിൽ ഇതുപോലെ മൈൽഡായിട്ട് ബേബി സോപ്പ് തേക്കും. ഒത്തിരി ഒന്നും തേക്കത്തില്ല, കുറച്ച് മൈൽഡായിട്ട്, കുറച്ച് എണ്ണ അവിടെ ഇരിക്കണമല്ലോ. എന്നിട്ട് തേച്ചിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയിട്ട് ഞാൻ മുഖം എന്നിട്ട് ഞാനിത് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പം എൻ്റെ മുഖം ഞാൻ കഴുകിയിട്ടുണ്ട്. കയ്യുമെല്ലാം നന്നായിട്ട് കൈയുടെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റുക. ഇതുണ്ട് നമ്മുടെ ആ ഓയിൽ തേക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ബേബി സോപ്പ് ഇട്ട് കഴുകിയാലും നല്ലൊരു തിളക്കം കിട്ടും. നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഷൈനി സ്കിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഓയിലിട്ടൊക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പം നമുക്ക് കിടക്കാൻ നേരത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നല്ലൊരു ഉന്മേഷം, നമുക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു ഇത് തോന്നിക്കും. നമ്മുടെ ഫേസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു തോന്നി, ടാനൊന്നും ഇല്ലാതൊക്കെ കാണുമ്പോൾ തന്നെ കിടക്കാൻ നേരത്ത് നമുക്ക് നമ്മുടെ ചുണ്ടിൽ ആ ഒരു ഓയിലും കൂടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മുടെ ഫേസിൽ നമ്മൾ ഓയിലൊക്കെ തേച്ച് മസാജ് ചെയ്തു. അതുപോലെ ശേഷം ചുണ്ടിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ചുണ്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കുമല്ലോ, അവർക്കൊരു നമ്മുടെ ഓയിൽ അതായത് എള്ളെണ്ണ ഒന്ന് ചുറ്റിച്ച് തേച്ച് കൊടുത്തു. അതിനുശേഷം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടലമാവ് ചെന്ന് മുഖം കഴുകുക. ഡ്രൈ സ്കിന്നുകാർ, ഓയിലി സ്കിന്നുകാർ ബേബി സോപ്പ് ഇട്ട് കഴുകാം കേട്ടോ. ഫേസ് വാഷൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു വിൻ്റർ സീസണിൽ കേട്ടോ. അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, വെയിലൊക്കെ ഉള്ള സമയത്ത് ഉപയോഗിക്കാം, വിയർക്കുമല്ലോ, ആ സമയത്ത് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു വിൻ്റർ സീസണിൽ, ഈ തണുപ്പ് കാലത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ മാറി, നമ്മുടെ ചുണ്ടിലും ഡ്രൈനെസ് ഒക്കെ മാറി നമ്മുടെ ദേഹത്തെല്ലാം ഡ്രൈനെസ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ടുമുള്ള ഒരു ചെറിയ ഹോം റെമഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത്. അപ്പം നിങ്ങളെന്താണ് ഇത് നല്ലെണ്ണ ഉപയോഗിച്ച് ചെയ്യുക. അപ്പം ഇതുപോലെ നിങ്ങൾ ഡെയിലി കിടക്കാൻ നേരത്തെ ചെയ്യുക. കാരണം ഈ തണുപ്പ് കാലം ഒന്ന് മാറണം വരെ നിങ്ങൾ ഡെയിലി ചെയ്തു പോവുക. അപ്പം നിങ്ങളുടെ സ്കിൻ എന്നാണ് ഡ്രൈനെസ് ഒന്നും ഇല്ലാതെ, മുരിച്ചിലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിയിലിരിക്കും. നമുക്ക് കുഞ്ഞു മക്കൾക്കും തേച്ച് കൊടുക്കാം കേട്ടോ, ഒരു പ്രശ്നമില്ല. കുഞ്ഞു മക്കൾക്കും ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. യാതൊരു പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമ്മുടെ സ്കിന്ന് നല്ലതായിട്ടിരിക്കാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഈ തണുപ്പ് കാലം തുടങ്ങുമ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.